കുടംപുളി ഇട്ട് വെച്ച നല്ല എരിവും പുളിയുമുള്ള നാടൻ രീതിയിലുണ്ടാക്കിയ സാൽമൺ കറിയും, പിന്നെ സാൽമൺ ഫ്രൈയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം. സാൽമണിന്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറി വെക്കാനുള്ള കഷ്ണം കുറച്ച് കട്ടിയിലും വറക്കാനുള്ളത് കുറച്ച് കനം കുറച്ചുമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കഴുകിയെടുക്കാം. ഞാനിതിപ്പം കഴുകിയെടുക്കാനായിട്ട് കുറച്ച് ആട്ടയും ഉപ്പുപൊടിയും കൂടി ഇട്ടാണ് കഴുകുന്നത്. ഇതുപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ മീനിന് ഒട്ടും തന്നെ ഉളുമ്പ് ഗുണം ഉണ്ടാകത്തില്ല. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. കുറേ നേരം ഇട്ട് കഴുകി ഇതിൻ്റെ നെയ്മയമൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മീനിൻ്റെ ഗുണവും രുചിയൊക്കെ കുറയും. ഇപ്പം മീൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കറി വെക്കാനുള്ളതും ഇത് വറക്കാനുള്ളതുമാണ്. ആദ്യം വറക്കാനുള്ള മീനിലേക്ക് മസാല പുരട്ടി വെക്കാം. ഇത് 1/4 കിലോയോളം മീനുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും, എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് അതനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കൂട്ടിയെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഈ കഷ്ണങ്ങളിലേക്ക് എരിവും ഉപ്പും ഒക്കെ പിടിച്ച് വരുമ്പോഴേക്കും മീൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മീൻ അടുപ്പത്തോട്ട് വെക്കാം. മീൻ കറിക്കായിട്ട് 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇതിന് മസാല ഉണ്ടാക്കാനായി 15 അല്ലി വെളുത്തുള്ളിയും 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചതച്ചെടുക്കാം. ഇത് പെട്ടെന്ന് ഇടിഞ്ഞു കിട്ടാനായി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇടാം. മീൻ കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ ഇടുന്നതാണ് നല്ലത്. അടുത്തതായി ഇതിലേക്ക് വേണ്ടുന്ന പൊടിവർഗ്ഗങ്ങൾ കൂടെ എടുത്ത് മാറ്റി വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 6 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ പേരിന് വേണ്ടി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്ത് മാറ്റി വെക്കാം. പിന്നെ മീൻചട്ടി അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ച്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കൂടി ഇട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. നല്ല നാടൻ രുചി കിട്ടുന്ന വെളിച്ചെണ്ണ കറി വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടിവർഗ്ഗങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ മസാലകളൊക്കെ മൂപ്പിക്കാൻ നേരം തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ. ഇതിൽ ചേർത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പം കറിക്ക് നല്ല കളറും കൊഴുപ്പും കിട്ടുകയും ചെയ്യും. അധികം എരിവും ഉണ്ടാകത്തില്ല. സാധാരണ മുളക് പൊടി മാത്രമായിട്ട് ഉപയോഗിച്ചാൽ കറിക്ക് ഭയങ്കര എരിവുമായിരിക്കും. ചാറിനൊട്ടും കട്ടിയും ഉണ്ടാകത്തില്ല. പിന്നെ സാധാരണ നമ്മൾ ഇതുപോലെ കുടംപുളി ഇട്ട് മീൻകറി വെക്കുമ്പം മല്ലിപ്പൊടി ചേർക്കാറില്ല. ഞാനിതിപ്പം കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ. അധികം ചേർത്തിട്ടില്ല, കുറച്ച് മാത്രം. ഇപ്പം മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളർ ആകണ്ട. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർക്കാം. ഇത് 3 വലിയ കഷ്ണം കുടംപുളി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചാറൊന്ന് കുറുകി വന്നതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കഷ്ണം മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇത് മിക്സ് ചെയ്യുന്ന സമയം ചാറിന് കുറച്ചുകൂടെ കട്ടി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ചീനച്ചട്ടിയിലെടുത്ത് മൂപ്പിച്ച് ഇതിലോട്ട് ചേർത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് തിളപ്പിക്കാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും കുടംപുളിയിലെ പുളി കുറേയൊക്കെ ചാറിലിറങ്ങിയിട്ടുണ്ടാവും. ഇനി മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. ഇപ്പം ചാറിൽ പുളി ഉപ്പുമൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം അങ്ങ് ചേർത്താൽ മതി. ഉപ്പും പുളി ഈ ചാറിൽ കുറച്ച് മുന്നോട്ട് നിൽക്കണം. എന്നാലേ മീൻ കഷ്ണത്തിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിനകത്തുള്ളൂ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാൽമൺ ഇട്ട് കൊടുക്കാം. കുടംപുളിയിലെ പുളിയൊക്കെ ചാറിൽ ഇറങ്ങിയതിന് ശേഷം കഷ്ണം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കഷ്ണത്തിലോട്ട് പെട്ടെന്ന് പുളിയൊക്കെ അങ്ങ് പിടിക്കും. മീൻ ഇട്ട ഉടനെ ആയതുകൊണ്ട് സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. സാൽമൺ മീൻ്റെ ചാറ് ഒത്തിരി വറ്റിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ചാറോട് കൂടി എടുക്കുന്നതാണ്. ഈ മീൻ്റെ ചാറിന് നല്ല രുചിയാണ്. അവസാനമായിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. മീൻ നന്നായി തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഈ തിളച്ചിടക്കുന്ന അരപ്പിലോട്ട് മീൻ കഷ്ണം ഇട്ടിട്ട് തീ കുറച്ച് വെച്ചാൽ മീനിൻ്റെ ഒരു ഉളുമ്പ് ഇറങ്ങും. അതുകൊണ്ട് അരപ്പിലേക്ക് മീൻ ഇട്ടിട്ട് നന്നായി തിളച്ചിട്ട് 1 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീ കുറച്ച് വെക്കാവൂ. മൺചട്ടി ആയതുകൊണ്ട് കഷ്ണങ്ങൾ അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇപ്പം കറിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. മീനും വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനമായി മീൻകറിക്ക് മുകളിലോട്ട് 1 കപ്പ് കറിവേപ്പിലയും 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
മീൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് മീൻ കഷ്ണത്തെ എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായി പിടിച്ച് കറിക്ക് നല്ല രുചി ഉണ്ടാകുന്നത്. അതുകൊണ്ട് മീൻകറി വെക്കുമ്പം തലേ ദിവസമേ കറി വെച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ മീൻകറി വെക്കുമ്പം നല്ല ചാറോട് കൂടി തന്നെ വെക്കണം. മീൻ്റെ ചാറിനൊക്കെ നല്ല ടേസ്റ്റാ. നല്ല അസാധ്യ രുചി തന്നെയാ. ഇത് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല രുചി തന്നെയാ. ഇനിയും നേരത്തെ അരപ്പ് തേച്ച് വെച്ചിരുന്ന മീനൂടെ വറുത്തെടുക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഈ മീൻ വറുക്കാനായിട്ട് ഞാൻ സാധാരണ നമ്മൾ മറ്റ് മീനൊക്കെ വറുക്കുന്ന പോലെ തന്നെയാണ് വറുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിലിൽ വറുക്കുന്നത് നല്ലതാ. പിന്നെ അതല്ലാതെ മസാല പുരട്ടുമ്പം കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതും നല്ലതായിരിക്കും. ഏത് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും നല്ല രുചി തന്നെയാണ്. സാൽമൻ്റെ തൊലി കളയാതെ ബേക്ക് ചെയ്തും കറി വെച്ചൊക്കെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണം ഒട്ടും നഷ്ടപ്പെടാതിരിക്കുന്നത്. ഇപ്പം മീൻ്റെ 2 വശവും മൂത്തിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. പിന്നെ ബാക്കിയുള്ള മീനൂടെ വറുത്ത് കോരിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക് യു.